ആത്മകഥാ വിവാദം മുഹമ്മദ് റിയാസിന് വേണ്ടിയോ? 75 വയസ്സ് പ്രായപരിധിയോടടുക്കുന്ന ഇ.പി. ജയരാജന് പകരം റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലേക്കെന്ന സൂചന. 24-ാം പാർട്ടി കോൺഗ്രസോടെ എ.കെ. ബാലനും പി.കെ. ശ്രീമതിക്കുമൊപ്പം ഇ.പി. ജയരാജനും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടി വരും. മുഹമ്മദ് റിയാസിന് വേണ്ടി കരുക്കൾ നീക്കി പിണറായി വിജയൻ. ഇവരുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, മുഹമ്മദ് റിയാസിന് വേണ്ടി ഇ.പി. ജയരാജനെ വെട്ടുക, അതുതന്നെയല്ലേ CPM-ൻ്റെ നീക്കം, പിണറായി പക്ഷത്തിൻ്റെ നീക്കം? നിഖില, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നതോടുകൂടി പാർട്ടിയിൽ വലിയ രീതിയിലുള്ള വിഭാഗീയതയും വിമർശനങ്ങളും ഒക്കെ ശക്തമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൂടി ഒരു ചെറിയ പ്രായമുള്ള, അല്ലെങ്കിൽ പ്രായപരിധി വെച്ച് നോക്കുകയാണെങ്കിൽ മുതിർന്ന നേതാക്കന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ കയറേണ്ട സമയമാകാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോൾ പിണറായി സർക്കാർ നടത്തുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇ.പി. ജയരാജൻ, ഒപ്പം തന്നെ എ.കെ. ബാലൻ, പി.കെ. ശ്രീമതി അടക്കമുള്ളവർ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായാധിക്യം കൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അവരുടെ പ്രായപരിധി കൂടിയതുകൊണ്ട് തന്നെ അവർ ഒഴിയേണ്ട ഒരു സമയമായി നിൽക്കുന്ന ഒരു സാഹചര്യം. 24-ാം പാർട്ടി കോൺഗ്രസ് നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലം. അതിന് മുന്നോടിയായി തന്നെ 25-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തന്നെ മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഉരുതിരിഞ്ഞു വന്ന ഇ.പി. ജയരാജൻ വിവാദം അടക്കം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇ.പി. ജയരാജന്റെ ഈ ഒരു ആത്മകഥ അടക്കം പുറത്തു വന്നൊരു സാഹചര്യത്തിൽ, അതിന്റെ ചില ശകലങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്നത്. ഒപ്പം തന്നെ ആ ഒരു ആത്മകഥ ആര് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അത് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് നയിച്ചത് തന്നെ പിന്നിൽ പിണറായി ആണോ മുഹമ്മദ് റിയാസ് ആണോ എന്നതടക്കമുള്ള അമർഷങ്ങളും വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ പാർട്ടിക്കുള്ളിലും പുറത്തും രാഷ്ട്രീയ കേരളം അടക്കം ചർച്ച ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് മുൻപ്, അതായത് 24-ാം പാർട്ടി കോൺഗ്രസിന് മുൻപ് തന്നെ ഇ.പി. ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന്, പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കാനുള്ള, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള നടപടികൾ പാർട്ടി ഔദ്യോഗികമായി സ്വീകരിച്ചു വരികയാണ്. അതിന് മുന്നോടിയായി സ്വമേധയാ ആ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് ഇ.പി. ജയരാജൻ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുമോ എന്നുള്ളത് ഏറെ നിർണായകമായിട്ട് ഉള്ള ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് തുടക്കം മുതൽ തന്നെ മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനം കൊടുക്കാനും, ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്കും ഒപ്പം പാർട്ടി തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പിണറായി വിജയൻ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് റിയാസിനെ അടക്കമുള്ളവരെ മന്ത്രിസഭയിലേക്ക് അടക്കം കൊണ്ടുവന്നത്. അതേ നീക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൂടി മുഹമ്മദ് റിയാസിനെ കൊണ്ടുവരാനൊരു ശ്രമം അത് പിണറായി വിജയൻ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് പ്രായപരിധി വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും ഈ ഒരു 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സ്ഥാനം ഒഴിയേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാകേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു പരിഗണന മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുകയും ചെയ്യും. പക്ഷേ പി.കെ. ശ്രീമതി, എ.കെ. ബാലൻ, ഒപ്പം തന്നെ ഇ.പി. ജയരാജൻ അടക്കമുള്ളവർക്ക് ആ ഒരു ഇളവ് ലഭിക്കില്ല. സ്വാഭാവികമായ ആ 3 ഒഴിവുകൾ വരുമ്പോൾ ബാക്കി 2 പേർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി നിലവിൽ തീരുമാനമായിട്ടില്ല എങ്കിൽ പോലും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മുഹമ്മദ് റിയാസ് ഉണ്ട്, അല്ലെങ്കിൽ വരുന്ന കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ പ്രതിനിധിയായി മുഹമ്മദ് റിയാസ് ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇഘട്ടത്തിൽ CPM-നുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ CPM-നെ തന്നെ വെട്ടിലാക്കി മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വലിയ രീതിയിൽ വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഇ.പി. ജയരാജന്റെ ഈ ഒരു ആത്മകഥ പുറത്തു വന്നിട്ടുള്ളത്, അതിലെ ചില പരാമർശങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഔദ്യോഗികമായി കാര്യത്തിലൊന്നും കാര്യമായി ഇ.പി. ജയരാജൻ പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും വരുന്ന യോഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ, ഒപ്പം തന്നെ പാർട്ടി കോൺഗ്രസ് ഇ.പി. ജയരാജനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ ഉരുതിരിഞ്ഞു വരുന്ന പിണറായി വിരുദ്ധ നിലപാടുകൾ അത് വലിയ രീതിയിൽ ചർച്ചയായി പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടി ഈ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, യൂണിറ്റ് സമ്മേളനങ്ങൾ അടക്കമുള്ള ഏരിയ സമ്മേളനങ്ങൾ വരെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വങ്ങളിൽ നിന്നും, ഒപ്പം തന്നെ പ്രവർത്തന റിപ്പോർട്ടിലടക്കം മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സർക്കാരിനെതിരെ ഉയരുന്നത്. ആ സാഹചര്യത്തിൽ അത് മറയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതൊരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ആ വഴി കൂടി പാർട്ടിയിലെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മുഹമ്മദ് റിയാസിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നത്. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനവും ചർച്ചകളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതിലും സംശയമില്ല. നിഖില, ഒപ്പം തന്നെ ഇ.പി.യെ ഒതുക്കുന്നതിന് വേണ്ടി കൃത്യമായ തിരക്കഥ തന്നെ CPM-നുള്ളിൽ പിണറായി പക്ഷം പ്ലാൻ ചെയ്യുന്നു, കൃത്യമായി തയ്യാറാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ ഇ.പി. പാർട്ടി വിടുന്നു, BJP നേതാക്കളുമായി ചർച്ച നടത്തുന്നു എന്നൊരു വിവാദം ആദ്യം പുറത്തു വരുന്നു. തൊട്ട് പിന്നാലെ ഇ.പി. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി.യെ മാറ്റുന്നു. പിന്നാലെ ഇപ്പോൾ ഈ ആത്മകഥ വിവാദം ഉണ്ടാവുന്നു. ഇതെല്ലാം ഇ.പി.ക്കെതിരെ കൃത്യമായി പാർട്ടിക്കുള്ളിൽ പിണറായി പക്ഷം നടത്തുന്ന ഒരു തിരക്കഥ ആയിട്ട് തന്നെയല്ലേ തോന്നുന്നത്?
നിഖിൽ, തീർച്ചയായും അത് തന്നെയാണ്. ഇടതു മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ സ്വമേധയാ മാറ്റി നിർത്തുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഏറെ പ്രതീക്ഷിതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് ഒരുപക്ഷെ അദ്ദേഹം എത്തും. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം ആ ചുമതലയിലേക്ക് തന്നെ ആയിരിക്കാം പരിഗണിക്കുക. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാവ് കൂടിയായിരുന്നു EP ജയരാജൻ. സ്വാഭാവികമായും ആ ഒരു പരിഗണന തനിക്ക് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം EP ജയരാജനുണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി നിർത്തിക്കൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് ഒരാളെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് MV ഗോവിന്ദനെ കൊണ്ടുവരുന്നു. അവിടെയും തന്നെ മാറ്റി നിർത്തുന്നു, ഒഴിവാക്കുന്നു. പിന്നീട് ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ പോകുന്നു. ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അടക്കം ഈ ഒരു ചില പരാമർശങ്ങളിലും പ്രത്യേകിച്ച് ചില ഇടപെടലുകളിലും ഒക്കെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യതകളൊക്കെ ചർച്ചയായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഒരുപക്ഷെ ഈ ആത്മകഥ കൂടി പുറത്തു വരുന്നത്. അതിലെ ചില പ്രസ്താവനകൾ, ശകലങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തത്. അതുകൂടി നിർത്തിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ മറ്റ് നടപടികളിലേക്കും മറ്റ് പരിഗണനയിലേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി മുഖ്യമന്ത്രി കാണുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലും അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കൂടി ഒഴിവാക്കുകയാണെങ്കിൽ EP ജയരാജൻ പിന്നീട് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ, പ്രതികരണങ്ങൾ ഒരുപക്ഷെ ആത്മകഥയ്ക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറിയും ഒപ്പം തന്നെ വിവാദങ്ങളും ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ചേലക്കര, വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളിലെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരുപക്ഷെ ഒരു ബോംബ് എന്നോണം അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തു വരുന്നത്. അതിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയും പാർട്ടി താഴെ തട്ടിലേക്കുള്ളവരെയും മേലെ തട്ടിലേക്കുള്ളവരെയും ഒക്കെ അടക്കം വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടും വിമർശനം നടത്തിക്കൊണ്ടുമായിരുന്നു ആ ചില പ്രസ്താവനകൾ അദ്ദേഹം ആ പുസ്തകത്തിലൂടെ നടത്തിയിട്ടുള്ളത്. എന്തായാലും അത് ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പൂർണ്ണമായും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ പ്രായാധിക്യം കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി പകരം മുഹമ്മദ് റിയാസ് എന്ന ഒരുപക്ഷെ മറ്റ് സീനിയർ നേതാക്കന്മാർ നിൽക്കുമ്പോൾ അവരെ തഴഞ്ഞുകൊണ്ട് മരുമകൻ കൂടിയായിട്ടുള്ള സംസ്ഥാനത്തെ ഒരു പ്രധാന വകുപ്പ് ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ആ ചുമതലയിലേക്ക് എത്തിക്കാനുള്ള കരുനീക്കങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിഖില്, ശരി ശാലിനി, എന്തായാലും മുഹമ്മദ് റിയാസിന് വേണ്ടി EP ജയരാജനെ പിണറായി പക്ഷം ഒതുക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും S. ശാലിനി.